ഈ ഒരു കറി മാത്രം മതി നിങ്ങൾ ഒരു കാലം ചോറുണ്ണും എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം ഒരു കാലം ചോറുണ്ണുന്നത് നല്ലതല്ലല്ലോ, അതുകൊണ്ട്. പക്ഷെ എന്നാലും നമ്മൾ സാധാരണ കഴിക്കുന്നതിലും കുറച്ചും കൂടി ചോറ് ചിലപ്പോൾ നമ്മൾ ഈ കറി കാരണം കഴിച്ചു എന്നിരിക്കാം. കാരണം ഇത് അത്ര ടേസ്റ്റാണ്. നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല തനി നാടൻ ചിക്കൻ കറി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ച് സമയമൊക്കെ ഉള്ള സമയത്ത് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നു, കുറച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ മാത്രം ട്രൈ ചെയ്താൽ മതി. കാരണം കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ഈ തേങ്ങയൊക്കെ വറുത്ത് ആ ഒരു പരുവൊക്കെ ആക്കി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇവിടെ മൊത്തത്തിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് സൗണ്ടിൻ്റെ, സോറി ഫോർ ദാറ്റ്. അപ്പം കമ്മിങ് ടു അവർ മാറ്റർ, നമ്മൾ ചിക്കൻ വറുത്തരച്ച കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊക്കെ നോക്കുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, സ്റ്റിൽ ഞാൻ വെക്കുന്ന രീതി കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഏകദേശം ഒരു തേങ്ങയോളം ഉണ്ട് ഇത്. അതങ്ങോട്ട് ചിരകിയതും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ ഈ ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നത് മൊരിഞ്ഞെടുക്കണേ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും, പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയി പോകും കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും ഞാൻ പറഞ്ഞ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സ്. ഏകദേശം ഒരു 20-25 മിനിറ്റോളം ഒക്കെ ഇതിനെടുക്കും. കാരണം ലോ ഫ്ലെയിമിലാണല്ലോ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ ചെയ്യാൻ കാരണം ഇത് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കരിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ടേസ്റ്റ് മാറും, രണ്ട് ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കത്തില്ല. അപ്പം അതിൻ്റെ ആ ഒരു എണ്ണയൊന്നും തെളിഞ്ഞ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം, തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് കറിവേപ്പില ഇട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ചീനച്ചട്ടി യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് എന്നോട് 1-2 പേര് ചോദിച്ചു. കാരണം ഇതാണ്, ഇത് നല്ല ഒരു 1.5 കിലോ വെയിറ്റ് വരുന്ന നല്ല ഒരു അടിപൊളി ചീനച്ചട്ടിയാണ്. അടിക്കി പിടിക്കൊന്നുമില്ല, ഒരു നോൺ സ്റ്റിക്കിനെ വെല്ലുന്ന പെർഫോമൻസ് ആണ്. പിന്നെ നമ്മൾ എസ്തറ്റിക്സ് നോക്കി ഇതിനെ മാറ്റേണ്ട കാര്യമില്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മളൊരു 3 മീഡിയം സൈസ് സവാളയാണ്, അത് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും ഒക്കെ ഒന്ന് ഇട്ട് നന്നായിട്ട് നമുക്കിതിന് ഒന്ന് ഈ പറഞ്ഞ കണക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ മുമ്പേ ആറാൻ വെച്ചിരുന്നില്ല നമ്മുടെ തേങ്ങ വറുത്തത്, അതങ്ങോട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അടിച്ച് നല്ല എണ്ണ തെളിയിക്കുന്നിടം വരെ അരച്ചെടുക്കണം. ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ചീഞ്ചട്ടിയിലേക്ക് തിരിച്ച് വരികയാണെങ്കിൽ നമ്മുടെ ചീഞ്ചട്ടിയിൽ ഇരുന്ന് നമ്മുടെ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിവകകളൊക്കെ ചേർക്കാം. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് അതൊന്ന് ഇളക്കി, അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മേമ്പൊടിക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല, ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മിക്ക കറികളിലും ഇത് അവോയ്ഡ് ചെയ്യാറുണ്ട്, പക്ഷേ ചിലതിന് ഇതുപോലെ ചില കറികൾക്ക് ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി പൊതുവേ അത് വെന്തുടഞ്ഞോളും, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം തക്കാളിയൊക്കെ ഒന്ന് സെറ്റായി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ കണക്കൊരു 750 ഗ്രാമോളം ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്, അതങ്ങോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ചിക്കൻ ഇവിടെ ഞാൻ ആക്ച്വലി നമ്മൾ ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ടെൻഡർ ചിക്കനാണ്, അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ടൈപ്പ് ചിക്കനാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം ഊറി ഇറങ്ങത്തുമില്ല. നമുക്ക് പൊതുവേ നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി മേടിക്കുന്ന ചിക്കൻ്റെ അത്രയും വെള്ളം ഒന്നും ഊറി ഇറങ്ങത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് അതിൽ നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഊറി വരും. അപ്പോൾ അതും എല്ലാം കൂടെ കിടന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മൊത്തത്തിൽ അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ ടെൻഡർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഈ പൊടിഞ്ഞ് വരുന്നൊരു ടൈപ്പ് ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ അടിയൊക്കെ ചേർത്ത് സൂക്ഷിച്ച് ഇളക്കിയില്ലെങ്കിൽ മൊത്തത്തിൽ പൊടിഞ്ഞ് ആകെപ്പാടെ ഒരു കുളമാവും. അതുകൊണ്ട് സൂക്ഷിച്ച് ഒന്ന് ഇളക്കി ഒരു തിളയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഒന്ന് തൂക്കി കൊടുക്കും. ഈ നാടൻ കറികൾ എന്ന് പറയുമ്പോൾ കറിവേപ്പില എടുത്ത് നിൽക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അൺഫോർച്ചുനേറ്റ്ലി കറിവേപ്പില ഇടുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ച് നന്നായിട്ട് അടച്ച് ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് അങ്ങോട്ട് തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത മണമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളത് കറിയൊക്കെ ഒന്ന് കുറുകാൻ ഉള്ളൊരു ടൈം കറിക്ക് കൊടുക്കണം. അതിനുശേഷം ഒന്ന് ആറിയതിന് ശേഷം മാത്രമേ ഈ കറി എടുത്ത് ചോറൊക്കെ കൂട്ടി കഴിക്കാവൂ. നമ്മുടെ കറി റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ബൈ.